തിരുവനന്തപുരം വലിയതുറ കടൽപ്പാലം തകർന്നു വീണു. നേരത്തെ തകർന്നിരുന്ന പാലമാണ് പൂർണ്ണമായും നിലം പതിച്ചത്. ഏറെ ചരിത്ര പ്രാധാന്യമുള്ള കടൽപ്പാലമാണ് തകർന്നു വീണത്. ടിൻറ്റു, നേരത്തെ തന്നെ ഇത് തകർന്നിരിക്കുകയായിരുന്നു. അവിടേക്ക് ആളുകൾക്ക് പ്രവേശനമൊക്കെ നിയന്ത്രിച്ചിരുന്നു. എപ്പോഴാണ് പാലം തകർന്നു വീണത്? ആർക്കെങ്കിലും എന്തെങ്കിലും പരുക്കോ അങ്ങനെ എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഉമേഷ്, ആർക്കും അത്തരത്തിലുള്ള അനിഷ്ട സംഭവം ഉണ്ടായിട്ടില്ല. ഇന്ന് രാവിലെയാണ് കടലാക്രമണ സമയത്ത് തിരയടിക്കവേ ഈ പാലം രണ്ടായി തകർന്നു വീണത്. നേരത്തെ 2021 മുതൽ പാലം അപകടാവസ്ഥയിലായിരുന്നു. ഈ പാലം പുനർനിർമ്മിക്കണമെന്ന ആവശ്യമായി വിവിധ സംഘടനകൾ രംഗത്തെത്തിയിരുന്നെങ്കിലും ഈ ഇത്തരത്തിൽ നിർമ്മാണം നടത്താൻ ഈ അധികാരികൾ കൂട്ടാക്കിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷം മുതൽ ഈ പാലത്തിലേക്കുള്ള പൊതുജനങ്ങളുടെ പ്രവേശനം നിരോധിച്ചിരുന്നു. പിന്നീട് പ്രാദേശിക മത്സ്യത്തൊഴിലാളികളും അതുപോലെ തന്നെ കട്ടവര തൊഴിലാളികളും മാത്രമാണ് ഈ പാലം ഉപയോഗിച്ചിരുന്നത്. നിലവിലിപ്പോൾ ഈ പാലം രണ്ടായിട്ടാണ് തകർന്നിരിക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെയായി പല ഘട്ടങ്ങളിലും ഈ പാലം ജീർണിച്ച അവസ്ഥയിലാണെന്ന് അറിയിച്ചെങ്കിലും നന്നാക്കാൻ കൂട്ടാക്കിയിരുന്നാലും പാലം ഇപ്പോൾ പൂർണ്ണമായും തകർന്ന അവസ്ഥയാണ്. പാലത്തിന്റെ കരയിൽ നിന്നും പാലത്തിനകത്തേക്ക് കയറാൻ സാധിക്കാത്ത രീതിയാണ്. ഇനി മുതൽ മത്സ്യത്തൊഴിലാളികൾക്ക് ഈ മേഖലയിൽ അല്ലെങ്കിൽ ഈ അറുതിയുടെ കാലത്ത് ഈ പാലത്തിന്റെ മുകളിൽ നിന്നുകൊണ്ടാണ് കട്ടമര തൊഴിലാളികൾ ഈ വലയിട്ട് മത്സ്യബന്ധനം നടത്തിയിരുന്നത്. അതുപോലെ തന്നെ കട്ടമര തൊഴിലാളികൾ ചാടിയിരുന്നതും ഇവിടെ നിന്നാണ്. അപ്പോൾ അത്തരത്തിലുള്ള രീതിയിലുള്ള മത്സ്യബന്ധനങ്ങളൊന്നും ഈ മേഖലയിൽ സാധിക്കില്ല. ഇതിനോടെ തന്നെ ഇത് പുനർനിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മത്സ്യത്തൊഴിലാളികളൊക്കെ രംഗത്തെത്തിയിട്ടുണ്ട്. അതായത് താൽക്കാലികമായി ഇതിലേക്കുള്ള, അതായത് പാലത്തിനകത്തേക്കുള്ള അല്ലെങ്കിൽ പാലത്തിൽ കയറാനുള്ള മത്സ്യത്തൊഴിലാളികളുടെ ഉൾപ്പെടെ പ്രവേശനം നിരോധിച്ചിരിക്കുകയാണ്. ഉമേഷ്, ടിൻറ്റു ആണ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ പങ്കുവച്ചത്.